ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ ധന്യമായ തിരുനാമം ഇന്ന് പൽക്കാലം വാഴ്ത്തപ്പെടുമാറാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ? ഹാലലി. യേശു കർത്താവ് മാർത്തയോട് ചോദിക്കുന്നതാ. ഹാലലി. ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ മാർത്തയുടെ സഹോദരനായ ലാസർ മരിച്ചുപോയി. 4 ദിവസമായി നാറ്റം വമിച്ചു. ഹാലലിയ. രക്ഷിക്കാനായിട്ട് ആരും വന്നില്ല. യേശു കർത്താവിനോട് മാർത്ത പരാതി പറയാം, നീ ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു മറിയ പറയുമ്പോൾ മാർത്ത പറയുന്നുണ്ട്, ഹാലലിയ, നാറ്റം വെച്ച അവസ്ഥയാണ്. നാറ്റം വെച്ച അവസ്ഥയെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ ചില വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മളങ്ങ് സമ്പൂർണ്ണ പരാജയമായിട്ട് അപമാനിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് എന്താ പറയുന്നത്, അത് പുറത്തു വരാൻ കഴിയാതെ വണ്ണം ശത്രു നമ്മളെ പൂട്ടുന്ന ചില സാഹചര്യങ്ങളുണ്ട് അല്ലേ? ഹാലലിയ. എന്നാൽ കർത്താവിൻ്റെ വചനം ഹാലലിയ മാർത്തയോട് പറഞ്ഞതുപോലെ ഹാലലിയ എൻ്റെ സഹോദരങ്ങളെ നമ്മളോടും പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹാലലിയ. സ്തോത്രം. നീ ഏത് ജീർണിച്ച അവസ്ഥയിലൂടെ പോട്ടെ, ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല എന്ന് നിന്റെ ഹൃദയത്തിൽ നീ ചിന്തിച്ച് നിലച്ച് അല്ലെ ആലോചിച്ച് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന വിഷയം ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് കൈമാറിയിട്ട് കർത്താവിനോട് പറയാമോ? കർത്താവെ, ഞാൻ വിശ്വസിക്കുക. ഹാലലിയ. അങ്ങയുടെ വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ കർത്താവെ, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന്. ഹാലലിയ. കർത്താവെ, ഇന്ന് പൽക്കാലം ഞാൻ അങ്ങേ വിശ്വസിക്കുക കർത്താവെ, ഞങ്ങളുടെ വാക്കിന് ഹാലലുയ ഞാൻ വിശ്വസിക്കുക കർത്താവെ. അപ്പിച്ച ഹാലലുയ്യ കർത്താവെ. അപ്പിച്ച ഇന്ന് പാൽക്കാലം എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാമോ അപ്പ? ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്ന വിഷയമാണ് എൻ്റെ വിഷയം. ഹാലലുയ. ആരാലും ഉപേക്ഷിക്കപ്പെട്ട വിഷയമാണ്, തള്ളിക്കളഞ്ഞ വിഷയമാണ് കർത്താവെ. ആരും എനിക്ക് സഹായിപ്പാനില്ല. അപ്പിച്ച എനിക്ക് വേണ്ടി ഒന്ന് സഹായം അയക്കുമോ എന്ന് യേശു കർത്താവിനോട് ഇന്ന് പാൽക്കാലം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ചോദിപ്പാനിടയായാൽ കർത്താവിൻ്റെ മഹത്വമുള്ള കരം നിങ്ങൾക്ക് വേണ്ടി ചലിപ്പാനായിട്ട് ഇടയാകും. അത് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഹാലലിയ. സ്തോത്രം. പലപ്പോഴും ഞാൻ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അവസാനിച്ചു, തീർന്നു, ഇനി ഒരു പുറത്തു വരലില്ല, ആരെക്കൊണ്ടും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. സഹായിക്കുമെന്ന് നമ്മൾ കരുതുന്നവർ തന്നെ നമ്മളെ കൈവിട്ട് പോകുമ്പോഴത്തേക്കും നമുക്കത് താങ്ങാൻ പറ്റാത്തൊരു വിഷമമാണ്. എന്നാൽ യേശു കർത്താവ് ഇന്ന് പൽക്കാലം പറയുന്നു, നീ വിശ്വസിക്കുക. ആരെയും വിശ്വസിക്കേണ്ട നീ കേട്ടോ, എന്നെ ഒന്ന് വിശ്വസിക്കുക. ഹാലലിയ. കർത്താവായ യേശുവിൽ നീ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ നിൻ്റെ തലമുറകളുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഭവനത്തോടുള്ള വിഷയമായിരിക്കാം, നിൻ്റെ ജോലിയുടെ ആയിരിക്കാം, സാമ്പത്തികമായി എന്ത് തന്നെ ആവട്ടെ, ഏത് കഠിന വിഷയമായാലും നിനക്ക് ഇറക്കാൻ പറ്റാത്ത ഏത് ചുമടാണെങ്കിലും കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് കൊടുക്കുക. എന്നിട്ട് നീ ഒന്ന് വിശ്വസിക്കുക. ഒരു കടുക് മണിയോളം നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അസാധാരണമായ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ഈ ദിവസങ്ങളിൽ അത്ഭുതമായ ദൈവം നിന്നെ വഴി നടത്തുന്ന നീ രുചിച്ച് അറിയും.